ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റോസ്. കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ആരോ പറഞ്ഞതുപോലെ കുറച്ച് നേരത്തെയൊക്കെ എണീക്കാനായിട്ട് ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. 7 മണിയാണ് ഇന്നത്തെ നേരത്തെ. കുക്കു സാറിന് 10 വയസ്സാകാൻ പോകുന്നത് കൊണ്ടും സ്കൂൾ തുറക്കാൻ പോകുന്നത് കൊണ്ടും നിലൂന് അഡ്മിഷൻ എടുത്തത് കൊണ്ടും ഒക്കെ തന്നെ രണ്ടുപേരെയും 8:30 തന്നെ നേരത്തെ കിടത്തി ഉറക്കാനൊക്കെ ഞാൻ ഇന്നലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആ കിഡ്സ് റൂമിൽ ഇന്നേ വരെ അവർ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ കൂടെ കിടക്കത്തുള്ളൂ. അതും ഒന്ന് ശരിയാക്കി എടുക്കണം. രണ്ടുപേർക്കും ഉള്ള പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എൻ്റെ ഒരു കോഫി എടുത്ത് നമുക്കിവിടെ ഇരുന്ന് തന്നെ കോഫി കുടിക്കേണ്ടി വരും. നല്ല മഴയാണ് പുറത്ത്, നല്ല കാറ്റും. ഇന്നലെ മേലെ അകത്തൊക്കെ വെള്ളം കയറുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഴയ 2-3 കമ്പിളിയൊക്കെ എടുത്തിട്ടിട്ടാണ് ആ വെള്ളമൊക്കെ വലിച്ചെടുത്തത്. കോഫിയും ടീയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് ഇതിൽ ഏതോ ഒരു ബോട്ടിൽ ബ്ലൂ ക്രയോൺ വെച്ച് ഞാൻ അണ്ടർലൈൻ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിലെന്താണ് ഇട്ടതെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ഒന്ന് മണത്ത് നോക്കിയിട്ടാണ് പിന്നെ ഞാൻ കണ്ടുപിടിച്ചത്. വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ ആരൊക്കെയോ സംശയം പറഞ്ഞിരുന്നു. പിന്നെ പുതുതായിട്ട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ ഈ താമസിക്കുന്ന വീട് അലൻ്റെ മമ്മിയും ഡാഡിയും ചെന്നൈയിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിലായപ്പോൾ വെച്ച വീടാണ്. ചേച്ചിയുടെ മാരേജിന് ശേഷമാണ് പുലിച്ചിറയിൽ ആ വസ്തു മേടിക്കുന്നതൊക്കെ. എണീറ്റ് വന്നിരുന്ന ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി ഇന്നലെ വന്ന കമൻസിനൊക്കെ റിപ്ലൈ തരലാണ്. കടൽ ഓഫ് ദി ഡേ എടുക്കാൻ പോയിട്ട് എന്നെ ഉൾപ്പെടെ ഇപ്പോൾ കാറ്റ് കൊണ്ടുപോയാൽ ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് പുലിച്ചിറയിൽ അങ്ങനെ 2 വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അത് മൊത്തത്തിൽ കൺഫ്യൂസിങ് ആയി പോവും. നിലുവിൻ്റെ പ്രഗ്നൻസി വളരെ അൺഎക്സ്പെക്റ്റഡും അതുപോലെ തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡും ആയിരുന്നു. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നാണ് എൻ്റെ ഈ അമ്മയും കുഞ്ഞും ബുക്ക് ഉണ്ടല്ലോ അംഗൻവാടിയിൽ, അതിൽ തന്നെ എഴുതി വെച്ചേക്കുന്നത്. ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കോവിഡ് ടൈമിലൊക്കെ ഞങ്ങൾ ആ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മമ്മിയും ഡാഡിയും അങ്ങോട്ടേക്ക് പോയി, ഞങ്ങൾ ഇവിടെയായി. പിന്നെ എൻ്റെ ആലൻ്റെ ഒരു വൈബിന് ഇവിടെ സെറ്റ് ആവത്തുള്ളൂ. ഇവിടെ ആകുമ്പോൾ തൊട്ടടുത്ത് തന്നെ ലില്ലിയമ്മച്ചിയും അമ്മയും ഒക്കെ ഉണ്ട്. മുറ്റത്ത് നിന്നോ ടെറസിൽ നിന്നോ കണ്ണമോനെ നിന്നോ ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളൊക്കെ വിളി കേൾക്കാം. അതുമല്ല വീട്ടിലെ വൈഫൈ വരെ എനിക്ക് ഇവിടെ ഇരുന്ന് ഉപയോഗിക്കാനും പറ്റും. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇടിച്ചുകൂട്ടി എടുക്കുന്നത് രസത്തിനായിട്ടുള്ള കൂട്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരു ചെറിയ പച്ചമുളകും കൂടെ ഞാൻ ഇടിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ അരിഞ്ഞ് തന്നെയാണ് എടുക്കുന്നത്. അതത്രയും കഴിഞ്ഞപ്പോഴേക്ക് പക്ഷേ രണ്ടുപേരും എണീറ്റു. പിന്നെ അങ്ങോട്ട് ഇതെല്ലാം മാറ്റി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. പാൻ കേക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് വന്ന് വെളിയിൽ വെച്ച മാവ് അപ്പത്തിൻ്റെയോ ഇഡ്ലിയുടേതോ അല്ല, പാൻ കേക്കിൻ്റെതാണ്. ഒരു എഗ്ഗ്, കുറച്ച് മൈദ, കുറച്ച് പാല്, അല്പം വാനില എസൻസ്, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, 1-2 സ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് കിട്ടും. ഈ ബട്ടർ എടുക്കുന്ന നൈഫ് ഞാൻ കഴുകി കഴിയുമ്പോൾ ഇതിങ്ങനെ പുറത്താവും. ഇതിൻ്റെ മേലെ തന്നെ വെക്കാനായിട്ട് അതിനൊരു റാക്കും ഒക്കെ ഉണ്ട്. ബട്ടർ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാം. പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിൽ പഴവോ മാങ്ങയോ ഒക്കെ നമുക്ക് അടിച്ച് ചേർക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ 2 ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നല്ല പഴുത്ത കുറച്ച് മാങ്ങയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരുമിച്ച് സെർവ് ചെയ്യാം. ഇതാകുമ്പോൾ ഇതിന് മീതെ കുറച്ച് ഹണി അങ്ങോട്ട് ഇട്ടാൽ 2 പേരും കഴിച്ചോളും. ഞാനും കഴിക്കും, എനിക്കും ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ആലൻ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ മധുരമുള്ള ഐറ്റംസ് ആയിരിക്കും ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ തുഷാര. ഈ വീട്ടിലാണ് ആലനും ചേച്ചിയും ഒക്കെ വളർന്നത്. തൊട്ടപ്പുറത്ത് കാണുന്നത് ആ ഓലകളുടെ ഇടയിൽ കൂടെ സേറമോളുടെ വീട്. ഈ കുരിശടിക്ക് തൊട്ട് പുറകിൽ നിൽക്കുന്ന വീടാണ് എൻ്റെ കുടുംബ വീട്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെ, സംഭവം ലവ് മാരേജ് തന്നെയാണ്. 4th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഈ വീട്ടിലാണ് ട്യൂഷന് വന്നുകൊണ്ടിരുന്നത്. 5th കേരള സിലബസിലോട്ട് മാറ്റിയ പിന്നെ ട്യൂഷന് കണ്ണാടി സാറിൻ്റെ അടുത്ത് ഗാർഡനിലായി. അത് കഴിഞ്ഞ് സിറ്റാഡലിൽ ആനുവൽ ഡേക്ക് ഡാൻസ് പഠിപ്പിക്കാനൊക്കെയാണ് ഞാൻ പിന്നീട് വന്നുകൊണ്ടിരുന്നത്. സ്കൂള് ആലൻ്റെ പേരൻസ് തുടങ്ങിയതാണ്. മമ്മി ഒരു കിൻഡർ ഗാർഡൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 25 വർഷമൊക്കെ പൂർത്തിയായി. 4th സ്റ്റാൻഡേർഡ് വരെയുള്ളൊരു സ്കൂളാണ്. അവിടെ പിന്നെ ടീച്ചറായിട്ട് കയറി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അക്കാഡമിക് ഓഫീസറായി. ഇപ്പോൾ ഇതിങ്ങനെയൊക്കെയായി. ആലൻ പക്ഷേ ഇവിടെ അധികം ഇല്ലായിരുന്നു. എറണാകുളത്താണ് കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞത്. ഞാൻ തിരുവനന്തപുരത്തും. അപ്പൻ ഗൾഫിലായിരുന്ന സമയത്ത് ഈ ഏരിയയിൽ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന ഒരു വീട് ഇതാണ്. അപ്പൻ വിളിച്ച് സംസാരിക്കാനായിട്ട് ഇവിടുത്തെ ഫോണിൽ വിളിക്കുമായിരുന്നു. അപ്പോൾ എന്നെ അമ്മ ഒക്കെ തിരുത്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ട്യൂഷന് വരവായി, പിന്നെ ഡാൻസ് പഠിപ്പിക്കാനായി, ടീച്ചറായിട്ടായി. അങ്ങനെ ഞാൻ ഇതിനകത്ത് തന്നെയായി. കഥയിൽ 1-2 നല്ല ട്വിസ്റ്റും കൂടെയുണ്ട്. അത് അവർ ലവ് സ്റ്റോറി എന്നും പറഞ്ഞിട്ട് ഞാൻ ഈ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പഴയ വീഡിയോ ആണ്. ഈ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല.
പക്ഷേ കഥ കേൾക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അരി ഒന്ന് തിളപ്പിച്ച് അടച്ചിടണം, ഒരു രസം ഉണ്ടാക്കിയെടുക്കണം, ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം, പിന്നെ എന്തെങ്കിലും ഒരു തോരനും കൂടെ ആക്കണം. എനിക്ക് കമൻ്റ് ആയിട്ടും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും വരെ വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളെ എങ്ങനെ ഇവിടെ വീട് വെക്കാൻ സമ്മതിച്ചു, കടലിന് ഇത്ര അടുത്ത് വീട് വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പെർമിഷൻ കിട്ടിയെന്നൊക്കെ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. 37 വർഷം മുന്നേ ഈ വീട് കഴിഞ്ഞ് ഇതിനപ്പുറത്ത്, ഈ റോഡിനപ്പുറത്തും വാർപ്പ് വീടുകളുണ്ടായിരുന്നു, ടെറസുള്ള അല്ലെങ്കിൽ 2 നിലയായിട്ടുള്ള വീടുകളുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ക്ലബ്ബ്, സീ ഡയമണ്ട്സിൻ്റെ പഴയ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഒരു വരിയിലായിട്ട്, അല്ല 2 വരിയിലായിട്ട് കുടിലുകൾ വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തീരസംരക്ഷണവും തീരദേശ റോഡ് സംരക്ഷണവും ഒന്നും അധികം ശക്തി പ്രാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് കടൽ കയറി ആ വീടുകളും കുടിലുകളും ക്ലബ്ബും കൊടിമരവും ഒക്കെ പോയി കടൽ ദേ ഇപ്പോൾ ഇത്ര അടുത്തായി. തീരദേശ റോഡിൽ കടൽ തൊട്ടപ്പോഴാണ് ഓരോരുത്തരും സംരക്ഷണവുമായിട്ട് ഇറങ്ങിയത്. ആദ്യം വീട് പോയവരൊക്കെ പിന്നെ തനിയെ എവിടെയൊക്കെയോ വീടുകൾ വെച്ചു. കുറച്ചു പേർക്ക് അല്ലാണ്ട് ഫ്ലാറ്റ് പോലെ എന്തോ വീടുകൾ കിട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട് ഭാഗ്യവശാൽ റോഡിന് ഇപ്പുറത്തായതുകൊണ്ട് റോഡിൽ കടൽ തൊട്ടപ്പോൾ തൊട്ട് സീ വോളിന്റെ പണിയൊക്കെ തകൃതിയായിട്ട് നടന്ന് ഇപ്പോൾ റോഡ് അവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ റോഡ് പോയാലേ നമ്മുടെ വീട് പോകും. തീരദേശ റോഡിന്റെ വികസനം എന്നും പറഞ്ഞ് ഒരു തവണ സർവേ ഒക്കെ വന്ന് നമ്മുടെയൊക്കെ ഈ പ്രോപ്പർട്ടിയുടെ ഏതാണ്ട് പകുതിക്കൊക്കെ വെച്ച് കല്ല് നാട്ടിയൊക്കെ പോയിരുന്നു. കടലിങ്ങ് വായിക്കാത്ത എത്തുന്നത് വരെ കയ്യും കെട്ടി നോക്കിയിരുന്നിട്ട് റോഡിൻ്റെ പകുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാക്കി പകുതി ഇവിടുന്ന് എടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെ വന്നാൽ ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട ഈ വീടുകളൊക്കെ അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റുമോ? തീരുമാനം എന്തായെന്നൊന്നും എനിക്കറിയത്തില്ല. ശക്തമായ എതിർപ്പുകൾ പല ഭാഗത്തുനിന്നും ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിനെപ്പറ്റി ഒരനക്കവും ഞാൻ ഇതുവരെ കേട്ടില്ല. അപ്പോൾ ആ ചോദ്യത്തിനൊരു ക്ലാരിറ്റി ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീട് കടലിനടുത്ത് കൊണ്ട് വെച്ചതല്ല, കടൽ ഇങ്ങ് വീടിനടുത്തേക്ക് എത്തിയതാണ്. വെജിറ്റബിളിനായിട്ട് പയറെടുത്തപ്പോൾ ആ ഒരു കെട്ടുന്ന് ഇനി ബാക്കി വെക്കണ്ടെന്ന് കരുതി ഞാനത് മൊത്തവും അങ്ങ് അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തു. കുറച്ച് അധികം തോരനായിട്ടിരുന്നാൽ നാളെ എടുക്കാമല്ലോ, നാളെ പച്ചക്കറി ഉണ്ടാക്കണ്ടല്ലോ. രസത്തിൻ്റെ ഒന്നും റെസിപ്പി എടുത്ത് പറയാൻ പറ്റിയില്ല. ഞാൻ പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും രസം പൗഡറും മാത്രമേ ചേർത്തുള്ളൂ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ലേശം സവാള അരിഞ്ഞിട്ടതും പിന്നെ ഇപ്പം അരിഞ്ഞ പച്ചക്കറികളും തോരൻ്റെ അരപ്പും ഒക്കെ ആയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേകാനായിട്ട് വെച്ചു. എന്നിട്ടൊരു 4 പപ്പടവും കൂടങ്ങ് കാച്ചി. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ചോറ്, രസം, പയറും ക്യാരറ്റും തോരൻ വെച്ചത്, പപ്പടം, ചിക്കൻ ഫ്രൈ. രാവിലെ ആലൻ്റെ കൂടെ നിലു വണ്ടി കഴുകിയതിൻ്റെ റിസൾട്ട് വൈകുന്നേരം 6 മണിക്കാണ് അറിഞ്ഞത്. ബുള്ളറ്റ് സ്റ്റാർട്ട് ആവുന്നില്ല. പിന്നെ ആലൻ പവിഴനെ വിളിച്ച് നോക്കിച്ചപ്പോഴാണ് എവിടെയൊക്കെയോ വെള്ളം കയറിയെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കമൻറ്റും കൂടെ ഉണ്ടായിരുന്നു. പവിഴനെ ഇപ്പം എന്താ കാണാത്തതെന്ന്. ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിരുന്നു, പക്ഷേ ആ സമയത്ത് ഞാൻ വോയിസ് ഇടാനായിട്ട് അകത്തായിരുന്നു. ഞാൻ പുറത്തിറങ്ങുമ്പോഴേക്ക് ബുള്ളറ്റ് സ്റ്റാർട്ടായി. രണ്ടുപേരും ഏകദേശം കാര്യങ്ങൾക്ക് തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വെക്കേഷന് എല്ലാവരും കൂടെ ചേർന്ന് ഫാമിലി ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറോ അങ്ങനെ ഒന്നും നിങ്ങൾ കാണാതിരുന്നതിൻ്റെ കാര്യവും മുൻപുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാമായിരിക്കും. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. എൻ്റെ ഒരു ബ്രദർ മരിച്ചുപോയി ഓശാനയുടെ അന്ന് രാത്രി. അതാണ് കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ ഓശാനയ്ക്കിട്ട ചുരിദാർ പിന്നീട് അങ്ങോട്ട് ഇടാൻ തോന്നിയിട്ടില്ല, എടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ വണ്ടിക്കകത്തായാലും വീട്ടിനകത്തായാലും ആ ഒരു സ്പേസ് വേക്കൻ്റായി കിടക്കുന്നത് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ സമയമായിട്ടില്ല. എപ്പോഴും ആലൻ്റെ പാത്രത്തിൽ ചോറ് വിളമ്പുന്നതാണ് ഞാൻ കാണിക്കാറുള്ളത്. ഇന്നൊരു ചേഞ്ചിന് നിലുവിൻ്റെ പാത്രത്തിൽ ചോറ് വിളമ്പുന്നതാണ് ഞാനിപ്പോൾ ആദ്യം കാണിച്ചത്. ചോറും രസവും പിന്നെ ഈ രസത്തിൽ തക്കാളിയൊന്നും അവനധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ചാറ് മാത്രമായിട്ട് അരിച്ചെടുത്തു. കുക്കുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആലപ്പപ്പ കഴിക്കുമ്പോൾ കഴിക്കാൻ മതി, ഇപ്പോൾ വിശപ്പായിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ നിലുവിന് ആദ്യം അങ്ങ് ചോറ് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ചോറ് കഴിച്ചു. പുറകിൽ കള്ളനാണ് ബാഗും കട്ടുകൊണ്ട് ഓടുന്നത്. ഇനിയിപ്പോൾ ഇരിക്കുന്ന ഒരാൾ പുറകെ എണീറ്റ് ഓടാത്തതിന് ഇപ്പോൾ പിണങ്ങിപ്പോയി ഇരിക്കും എവിടെയെങ്കിലും. ആ പിണക്കം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പിണക്കം ദേ ഇങ്ങനെയായിരുന്നു. ഷമ്മി നിൽക്കണ പോലെ പോയി നിൽക്കുന്നുണ്ട്. ക്രയോൺ എടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കണ്ടാന്ന്. സാധാരണ കുക്കു സാർ അത് കൊടുക്കാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവന് വിഷമമുണ്ടാന്ന് കരുതിയിട്ട് ആ ക്രയോൺ എടുക്കണ്ടാന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ നിലൂണി ക്രയോൺ ഇല്ലേന്ന്. ഒരു വലിയ പെട്ടി നിറയെ അവൻ ഒടിച്ചിട്ട ക്രയോൺ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവന് കൊടുക്കാനായിട്ട്. കണ്ടപ്പോൾ കുക്കുവിന് സങ്കടം വന്നിട്ട് ഇല്ല മമ്മ അവനും കളർ ചെയ്തോട്ടെ എന്നും പറഞ്ഞ് അവനെ കളർ ചെയ്യാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മുൻപ് അവനെ ക്രയോൺ എടുക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.